കുസൃതിക്കുരങ്ങന്റെ ബഹിരാകാശ യാത്ര. പണ്ട് പണ്ട് ഒരു കാട്ടിൽ ചിക്കു എന്നൊരു കുരങ്ങൻ ഉണ്ടായിരുന്നു. അവൻ ഒരു കുസൃതിക്കാരനായിരുന്നു. മരത്തിൽ ചാടി നടക്കുന്ന, എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കുരങ്ങൻ. ഈ ചിക്കുവിന് ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. അവൻ്റെ പേരാണ് പൊങ്ങച്ചൻ പാണ്ട. ഇവൻ എപ്പോഴും വലിയ കാര്യങ്ങൾ മാത്രം പറയാൻ ഇഷ്ടപ്പെടുന്നവനാണ്. അതുപോലെ തന്നെ ഭയങ്കര മടിയനുമാണ്. പിന്നെ വേറെ ഒരാൾ കൂടെ ഉണ്ട് കേട്ടോ. അവൻ ഒരു പ്രൊഫസർ മൂങ്ങയാണ്. ഇവനാണ് കാട്ടിലെ ഏറ്റവും ബുദ്ധിമാനായ മൂങ്ങ. എപ്പോഴും പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ ഇഷ്ടപ്പെടുന്നവൻ. അപ്പൊ പിന്നെ കഥയിലേക്ക് കടക്കുകയല്ലേ. ഒരു ദിവസം ചിക്കു കുരങ്ങൻ മരത്തിൽ ചാടിക്കളിക്കുന്നതിനിടയിൽ പ്രൊഫസർ മൂങ്ങയുടെ വീടിനകത്തുള്ള ഒരു കുറ്റിക്കാട്ടിലേക്ക് ചിക്കു കുരങ്ങൻ വീണു. അവിടെ പ്രൊഫസർ മൂങ്ങ ഒരു വലിയ യന്ത്രം ഉണ്ടാക്കുകയായിരുന്നു. അത് ബഹിരാകാശത്തേക്ക് പറന്നു പോകുന്ന ഒരു ചെറിയ റോക്കറ്റ് ആയിരുന്നു. ചിക്കു ഇത് കണ്ടു പ്രൊഫസർ മൂങ്ങയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ചിക്കു അത്ഭുതത്തോടെ ചോദിച്ചു, ഹേ പ്രൊഫസർ മൂങ്ങ, ഇതെന്താണ് ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? കണ്ടിട്ട് വലിയൊരു വാഴപ്പഴം പോലെ തോന്നുന്നു. അപ്പോൾ പ്രൊഫസർ മൂങ്ങ ഗൗരവത്തോടെ പറഞ്ഞു, വാഴപ്പഴമോ? ഇത് റോക്കറ്റാണ് ചിക്കു. എന്റെ പുതിയ കണ്ടുപിടുത്തമാണ്. എനിക്ക് ബഹിരാകാശത്ത് പോയി പുതിയ പഴങ്ങൾ കണ്ടെത്തണം. അപ്പോൾ ചിക്കു പറഞ്ഞു, ബഹിരാകാശമോ? ഞാൻ കൂടെ വന്നാലോ? ഇത് കേട്ട പ്രൊഫസർ മൂങ്ങ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ ചിക്കു, നീ ഇവിടെ കാവൽ നിൽക്ക്. ഇത് ശാസ്ത്രജ്ഞന്മാർക്കുള്ള യാത്രയാണ് എന്നും പറഞ്ഞ് പ്രൊഫസർ മൂങ്ങ റോക്കറ്റിനുള്ളിലേക്ക് കയറി. ചിക്കു ആണെങ്കിലോ പ്രൊഫസർ മൂങ്ങയെ കാണാതെ എവിടെയും ഒളിക്കാനുള്ള പ്ലാനിലായിരുന്നു. പ്രൊഫസർ മൂങ്ങ റോക്കറ്റ് പരീക്ഷിക്കാൻ വേണ്ടി ഒരുങ്ങി. പക്ഷേ പൊങ്ങച്ചൻ പാണ്ട അവിടുത്തെ പുല്ലിൽ കിടന്നുറങ്ങുകയായിരുന്നു. പ്രൊഫസർ മൂങ്ങ റോക്കറ്റിനുള്ളിലേക്ക് കയറി. ചിക്കു, നീ പുറത്ത് കാവൽ നിൽക്കണം കേട്ടോ. ആരെയും അടുപ്പിക്കരുത് എന്ന് പ്രൊഫസർ പറഞ്ഞു. പ്രൊഫസർ മൂങ്ങ റോക്കറ്റ് സ്റ്റാർട്ട് ബട്ടൺ അമർത്താൻ പോയതും ചിക്കുവിന് ഒരു കുസൃതി തോന്നി. ബഹിരാകാശം എങ്ങനെ ഇരിക്കും? ഒന്ന് പോയി നോക്കിയാലോ? എന്നിട്ട് ആരും കാണാതെ ചിക്കു റോക്കറ്റിന്റെ പിൻഭാഗത്തുള്ള ചെറിയൊരു കമ്പാർട്ട്മെന്റിനുള്ളിൽ ഒളിച്ചിരുന്നു. അത് പഴങ്ങൾ സൂക്ഷിക്കാനുള്ള അറയായിരുന്നു. ഇതൊന്നും അറിയാതെ പ്രൊഫസർ മൂങ്ങ റോക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. 3, 2, 1 പറന്നു പോകൂ. റോക്കറ്റ് വലിയ ശബ്ദത്തോടെ ആകാശത്തേക്ക് ഉയർന്നു. ചിക്കു ഭയന്ന് സീറ്റിനടിയിൽ ചുരുണ്ടുകൂടിയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ റോക്കറ്റ് നിശബ്ദമായി. ചിക്കു പതിയെ പുറത്തിറങ്ങി നോക്കി.